മഹാരാഷ്ട്രയിലെ നാന്ദേഡിൽ ട്രാക്ടർ കിണറ്റിലേക്ക് വീണ് 8 സ്ത്രീകൾ മരിച്ചു. കൃഷിപ്പണിക്കായി സ്ത്രീകളെയും കൊണ്ടുപോയ ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്. 12 സ്ത്രീകളായിരുന്നു ട്രാക്ടറിൽ ഉണ്ടായിരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഈ 12 സ്ത്രീകളാണല്ലോ ആ ട്രാക്ടറിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? വിജയകുമാർ, ഇന്ന് രാവിലെ ഏതാണ്ട് 7:30യോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. നാന്ദേഡിൽ നിന്ന് ഹിങ്കോളിയിലേക്ക് തൊഴിലാളികളുമായി പോവുകയായിരുന്നു ഈ ട്രാക്ടർ. ഹിങ്കോളിയിൽ ഈ മഞ്ഞളിൻ്റെയും നിലക്കടലയുടെയും ഒക്കെ കൃഷിയാണ് ഈ സ്ത്രീകൾ ചെയ്തിരുന്നത്. അങ്ങനെ പോയ ഒരു ട്രാക്ടറാണ് ഒരു കിണറിലേക്ക് മറിഞ്ഞു വീണത്. ആൾമറയുണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയം, പക്ഷേ കാര്യമായ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടന്നില്ല. വെള്ളത്തിനടിയിലേക്ക് ട്രാക്ടർ ആണ്ടുപോയതും അതിൻ്റെ ഭാരവും അതിനടിയിലേക്ക് സ്ത്രീകൾ പെട്ടുപോയതും ഒക്കെയാണ് ആ തരത്തിൽ ആ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയായി മാറിയത്. എന്നാൽ പോലും 2 സ്ത്രീകളെ ആ ഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. ശേഷിച്ചവരുടെ ഓരോരുത്തരുടെയും മൃതദേഹങ്ങളാണ് പിന്നീട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 8 പേരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ ട്രാക്ടർ ഓടിച്ചത് ഒരു 15-കാരനാണ് എന്നൊരു വിവരം കൂടി ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്ന്, ദൃക്സാക്ഷികളിൽ നിന്ന് വരുന്നുണ്ട്. അവിടുത്തെ ചില പ്രാദേശിക മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ കൂടി കാണുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ട്രാക്ടർ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അതിനെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പ്രദേശത്ത് ഈ അപകടത്തിന്റെ സമയത്തും അതിന് പിന്നാലെയും ഒക്കെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രക്ഷാദൗത്യത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി. ഏതായാലും ഇപ്പോഴും ആ ദൗത്യം ആ തരത്തിൽ തന്നെ തുടരുന്നു. 8 പേരുടെ മൃതദേഹം കണ്ടെത്തി 2 പേരെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു. ശേഷിച്ച 2 സ്ത്രീകൾ കൂടിയുണ്ട്. ഒപ്പം ഈ ട്രാക്ടർ ഓടിച്ച ആളെ കൂടി കണ്ടെത്താനുണ്ട്. വിജയകുമാർ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിൽ നിന്നാണ് അതിദാരുണമായ ആ സംഭവത്തിന്റെ വിവരങ്ങൾ വരുന്നത്. ട്രാക്ടർ കിണറ്റിലേക്ക് വീണ് 8 സ്ത്രീകളാണ് മരിച്ചത്. ആ ട്രാക്ടർ ഓടിച്ചത് ഒരു 15 വയസ്സുകാരനാണ് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. പ്രാദേശിക മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.